വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്, ഫോക്കസ് ഏരിയ പഠിച്ചാൽ മതി ഫുൾ മാർക്സ് കിട്ടും എന്നായിരുന്നു. പക്ഷെ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നു, ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ നമുക്ക് ഫുൾ A+ കിട്ടില്ല, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യണം എന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ ഒഫീഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫോക്കസ് ഏരിയ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണെങ്കിലും അതൊരു സാഡ് ന്യൂസ് ആണല്ലേ. അപ്പൊ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്, ഇനിയും എക്സാമിന് 2.5 മാസം ഉണ്ട്, നമുക്ക് എന്താണ് ഫുൾ പഠിക്കാനുള്ള സമയം ഇനിയും ഉണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താ, സിമ്പിൾ ആണല്ലേ. അതിന്റെ കൂടെ കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ 2-3 ടോപ്പിക്സ് ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ബാക്കി മെജോറിറ്റി ഒരു 80% ഫോക്കസ് ഏരിയയിൽ കവർ ആയിട്ടുണ്ട്. അപ്പൊ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസും കൂടി പഠിച്ചാൽ മതി. അങ്ങനെ മെയിൻ നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഈ ഒരു 2.5 മാസത്തിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ 80 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അതിൽ എന്താണ്, 1 മാർക്കിന്റെ 2 മാർക്കിന്റെ 4 മാർക്കിന്റെ 6 മാർക്കിന്റെ 8 മാർക്കിന്റെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ 1 മാർക്കിന്റെ എന്താണ് 6 ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ഏരിയ എന്ന് വരിക. അപ്പൊ മിസ് FA എന്ന് എഴുതിയിരിക്കുന്നത് ഫോക്കസ് ഏരിയ ആണ്, OFA എന്ന് എഴുതിയിരിക്കുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ്. അപ്പൊ ഫോക്കസ് ഏരിയ എന്താണ് മിസ് ഇങ്ങനെ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് ബ്രാക്കറ്റ്സിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ നമ്പർ ആണ്. അപ്പൊ 1 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്നതിൽ നിന്ന് നിങ്ങൾ 4 ക്വസ്റ്റ്യൻസ് എഴുതണം. അപ്പൊ ചോയ്സ് ആണ്, 4 എണ്ണം എഴുതിയാൽ മതി. അതേപോലെ തന്നെ എന്താണ് 4 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് വരും. അത് എല്ലാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. ഇനി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ഏരിയയിൽ നിന്ന് വരിക. അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വരും, അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. ഇനി 4 മാർക്സ് ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ഏരിയയിൽ നിന്ന് വരിക, അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. ഇനി ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വരും, അത് രണ്ടും നമ്മൾ ആൻസർ ചെയ്യണം. ഇനി 6 മാർക്സ് ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ 4 6 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ഏരിയയിൽ നിന്ന് വരിക, അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. ഇനി 3 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് വരും, അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോയ്സ് ഉണ്ട്, 3 എണ്ണം വരും, അതിൽ നമ്മൾ 2 എണ്ണം എഴുതിയാൽ മതി. ഇനി ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മാർക്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഫോക്കസ് ഏരിയയിൽ നിന്നാണ് വരിക. ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് 8 മാർക്കിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ വരില്ല. അപ്പൊ 8 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയയിൽ നിന്ന് വരും, അതിൽ നമുക്ക് ചോയ്സ് ആണ്, 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ വരിക. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. നമ്മൾ എന്താണെങ്കിലും ഫുൾ പവറിൽ പഠിക്കും. ഫുൾ A+ വിട്ടിട്ടുള്ള ഒരു പരിപാടി നമുക്കില്ല. അപ്പൊ ഫുൾ A+ എന്താണെങ്കിലും നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും വേണ്ട. അപ്പൊ എങ്ങനെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതുവരെ ഒന്നും പഠിച്ചില്ല, ഇതുവരെ ഫോക്കസ് ഏരിയ പോലും പഠിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ടെൻഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ എക്സാം വിന്നർ ഉണ്ട് നിങ്ങളുടെ കൂടെ. നമ്മളുടെ UYARE ഫാമിലിയിൽ ജോയിൻ ചെയ്താൽ മതി, നമ്മുടെ UYARE ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ UYARE ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. എന്താണ് UYARE എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പൊ ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ എന്താണ് UYARE ഫാമിലിയുടെ ഭാഗമാണ്, ഫുൾ A+ നിങ്ങൾക്കാണ്. അപ്പൊ അത് നമ്മുടെ ഉറപ്പാണ്. അപ്പൊ ഇനി നമുക്ക് ചെറിയ ഉയരങ്ങളില്ല, അല്ല നമുക്ക് എന്താണ് ഇനി വലിയ വലിയ ഉയരങ്ങളാണ്. നമ്മൾ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവാണ്. ഫുൾ A+ നമുക്കാണ്. അപ്പൊ എല്ലാവരും സമയം കളയാതെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഇനി നമുക്ക് UYARE ഫാമിലിയുടെ ഭാഗമായിട്ട് കാണാം. Exam winner. Crack your exams with Exam Winner and be a true winner.